ഈ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടാകുമ്പോഴും ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് എപ്പോഴും കൊല്ലം. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗത്തിൽ കൊല്ലം ജില്ലയും അതിനോടൊപ്പം ചേർന്നു കുറച്ച് മണ്ഡലങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് കൊല്ലം. അപ്പോൾ പണ്ടേ നമ്മൾ പറയാറുണ്ട്, കൊല്ലവും തിരുവനന്തപുരവും ആര് പിടിക്കുന്നോ അവരായിരിക്കും സംസ്ഥാനം ഭരിക്കുക എന്നുള്ളത്. ശരിയാണ്. കൊല്ലത്ത് 9 മണ്ഡലങ്ങളിൽ UDF ആണ്. തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളുള്ളതിൽ 13 UDF അല്ല LDF ആണ്. അല്ല, കൊല്ലത്ത് രണ്ട് മണ്ഡലങ്ങൾ UDF-ന്റെ, ബാക്കി 9 മണ്ഡലവും LDF-ന്റെ. തിരുവനന്തപുരത്ത് 13-1 എന്ന കണക്കിലുമാണ് നിൽക്കുന്നത്. ഇപ്പൊ കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് UDF-ന്റെ കൈവശം നിൽക്കുന്ന മണ്ഡലം. ആ മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പുതുതായിട്ട് എത്ര മണ്ഡലം UDF-ന് പിടിച്ചെടുക്കാൻ കഴിയും? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് ഏതാണ്ട് 4 മണ്ഡലങ്ങളിലാണ് അവർക്ക് UDF-ന് ഒരുവിധം ലീഡ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ആ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 4 മണ്ഡലങ്ങൾ കൂടി അവർക്ക് ഉറപ്പിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ 11 മണ്ഡലവും തിരുവനന്തപുരത്തെ 14 മണ്ഡലവും ചേരുമ്പോൾ അത് വളരെ നിർണായകമായൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന വിധത്തിലേക്ക് വരും. 25ഓളം സീറ്റുകൾ അത്തരത്തിൽ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ ഒരു മുന്നേറ്റമായിരിക്കും. കാരണം 70-ൽ 25 സീറ്റുകൾ തിരുവനന്തപുരം കൊല്ലത്ത് നിന്ന് തന്നെ LDF-ന് പലപ്പോഴും കിട്ടുന്നു, അല്ലെങ്കിൽ 20-ന് മേൽ കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഈ 2 ജില്ലകൾ കൊണ്ട് തന്നെ ഏതാണ്ട് ഭൂരിപക്ഷത്തിന് വേണ്ട 70-ൽ 20 വരെ പിടിക്കുകയാണെങ്കിൽ, പിന്നെ അതിൽ കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്, പക്ഷേ പകുതിയെങ്കിലും പിടിക്കുകയാണ്, 20എങ്കിലും പിടിക്കാൻ കഴിഞ്ഞാലേ അവർക്ക് LDF-നും ഉദ്ദേശിച്ച മുന്നേറ്റങ്ങൾ കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷെ അവിടെ ഇത്തവണ UDF ചില മണ്ഡലങ്ങളിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതിലൊന്നാണ് ഇരവിപുരം. നമ്മുടെ നൗഷാദ് MLA 28,803 വോട്ടിന് 2016-ലും അത് കഴിഞ്ഞും 20,000-ലധികം വോട്ടിന് ഒക്കെ ജയിച്ച സ്ഥലമാണ്. 21-ൽ വന്നിട്ട് 28,000-ലധികം വോട്ട്, 28,000-ലധികം നല്ല ഭൂരിപക്ഷമാണ്. 65,392 അസീസ് 36,582 അസീസിന് 2016-ൽ കിട്ടിയത്. ആ ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ല ലീഡാണ് ഈ കഴിഞ്ഞ 2 തവണയും നേടിയത്. പക്ഷേ എന്നാൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിക്ചർ ഒന്ന് മാറി വന്നിട്ട് 636 വോട്ടിന് UDF അവിടെ ലീഡ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കും, അത് 45,833 46,196 എന്നീ നിലകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നതും ചെറിയ ഒരു ലീഡ് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ UDF-ന് തിരിച്ചു പിടിക്കാവുന്ന ഒരു മണ്ഡലം പോലെയാണ്. പിന്നെ നൗഷാദ് വരുമ്പോൾ വീണ്ടും പിക്ചർ മാറി മറിഞ്ഞില്ലെങ്കിൽ നല്ല കനത്ത ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഇത്തവണ ലീഗായിരിക്കും വരുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ RSP ചോദിക്കുന്നുണ്ട്. RSP അസീസ് RSPയുടെ പഴയ മണ്ഡലമാണ്. RS ഉണ്ണി 7 or 8 പ്രാവശ്യം ജയിച്ചു. രാമകൃഷ്ണപിള്ള നിരവധി തവണ ജയിച്ചു. അങ്ങനെയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം RSPക്ക് നല്ല പേരുള്ളതാണ്. CPM-നും CPI-ക്കും ഒക്കെ പേരുള്ള മണ്ഡലം തന്നെയാണ്. രവീന്ദ്രനായിരുന്നു CPI-യുടെ നേതാവ്. P. രവീന്ദ്രനായിരുന്നു ആദ്യമായിട്ട് തന്നെ അവിടെ വിജയിച്ചത് 57-ൽ. എന്നാൽ ഇരവിപുരം അത്തരത്തിൽ വേണമെങ്കിൽ UDF-ന് പിടിച്ചടക്കാവുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ പത്തനാപുരത്ത് ഇത്തവണ പിക്ചർ മാറി ആണ് വന്നിരിക്കുന്നത്. ഗണേഷ് കുമാർ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന 5 തവണയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അതിലൊരു തവണ 2016-ൽ സിനിമാ നടൻ മുകേഷിനെ ഇറക്കിയിട്ട് പോലും ജഗദീഷിനെ ഇറക്കിയിട്ട് പോലും അന്ന് 3 സിനിമാ നടന്മാരാണ് മത്സരം. അതെ, ഗണേഷും ജഗദീഷും മുകേഷ് ഭീമൻ രഘു അവിടെ മത്സരിച്ചു. ഒരു മണ്ഡലത്തിൽ കറക്റ്റ് ഭീമൻ രഘു BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പക്ഷെ അന്നും ജഗദീഷ് വന്നിട്ട് കൊല്ലത്തായിരുന്നു. ജഗദീഷിന് വേണ്ടത്ര വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല 24,562 വോട്ടിന് ഗണേഷ് കുമാർ ലീഡ് ചെയ്തു.
74,429 ഗണേഷ് കുമാർ നേടിയപ്പോൾ ജഗദീഷിന് 49,867 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ ഗണേഷ് കുമാർ നല്ല ലീഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. 2021 അത് അദ്ദേഹം തുടർന്നു. അത് ഭൂരിപക്ഷം 14,336 കുറഞ്ഞു. അപ്പൊ അത് ജ്യോതികുമാർ ചാമക്കാല മുതലാക്കാൻ നിൽക്കുകയാണ്. മണ്ഡലം കേന്ദ്രീകരിച്ച് അങ്ങ് നിൽക്കുകയാണ്. മണ്ഡലത്തിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുകയാണ്. ഗണേഷ് കുമാറിനേക്കാൾ കൂടുതൽ നിറസാന്നിധ്യമായിട്ട് ജനങ്ങളോടൊപ്പം എനിക്ക് തോന്നുന്നു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത് UDF അങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗണേഷിന് വ്യക്തിപരമായ വോട്ടുണ്ട്. പക്ഷെ ഇത്തവണ ജ്യോതികുമാർ അത് പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. ആ വിധത്തിലേക്ക് LDF ഒരു വിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും ആ വിരുദ്ധ തരംഗം ഗണേഷിനെ ബാധിക്കുമെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇത്തവണത്തെ ഒരു ടോസാണ്. അത് വളരെ നിർണായകമായ ഒരു മണ്ഡലമായി മാറുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ LDF നിന്ന് UDF പിടിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ കുണ്ടറയിൽ കഴിഞ്ഞ തവണ PC വിഷ്ണുനാഥ് ജയിച്ചു. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു LDF മണ്ഡലം തന്നെയാണ്. MA ബേബി, മേഴ്സിക്കുട്ടിയമ്മ തന്നെ 3 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മയാണ് വിഷ്ണുനാഥിനോട് പരാജയപ്പെട്ടത്. 2016, 2096, അത് കഴിഞ്ഞിട്ട് 2016, അതിനു മുമ്പ് 1987 3 പ്രാവശ്യം മേഴ്സിക്കുട്ടിയമ്മ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ 1987 ഒരു തവണ അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി. അങ്ങനെ 3 പ്രാവശ്യം മേഴ്സിക്കുട്ടിയമ്മ അവിടെ വിജയം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അത് LDF മണ്ഡലം പോലെയാണ് വന്നത്. അവിടെ UDF 55,053 വോട്ടാണുള്ളത്. LDF 59,664. അപ്പോൾ 4,500 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അത് വിഷ്ണുനാഥ് വീണ്ടും വരുമ്പോൾ തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു ശുഭവിശ്വാസത്തിലാണ് UDF നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുണ്ടറ, ഇരവിപുരം, പത്തനാപുരം, പിന്നെ കുന്നത്തൂർ മണ്ഡലത്തിലാണ് പിന്നെ ഒരു ഫൈറ്റിന് എനിക്കൊന്ന് വളരെ ഈസി ആയിട്ട് UDF പിടിച്ചെടുക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ ജില്ലയിൽ എടുത്തു പറയാവുന്ന, ഒന്ന് ചവറയും മറ്റൊന്ന് കൊല്ലവുമാണ്. അല്ല, അത് നിലവിലുള്ളതിൽ നല്ല സ്ഥാനാർത്ഥികൾ വരികയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ചവറയിൽ കഴിഞ്ഞ തവണ സുജിത് വിജയംപിള്ള 1096 വോട്ടിനാണ് കക്ഷിച്ച് രക്ഷപ്പെട്ടത്. കൊല്ലത്തെ കാര്യം നമുക്കറിയാം. അതെ, മുകേഷിന് വളരെ അതിശക്തമായി മുകേഷ് സ്ഥാനാർത്ഥിയാവാൻ പോലും ചാൻസ് ഇല്ല. അപ്പം വേറെ ആരെങ്കിലും ആയിരിക്കും ചാൻസ്. പാർട്ടിക്ക് തന്നെ എതിർപ്പാണ്. അതെ. അപ്പൊ ആ 2 സീറ്റുകളും കൂടെ LDF വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഒരു 6 സീറ്റ് UDF പിടിക്കാൻ ഉറപ്പായിട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു കൊട്ടാരക്കരയിൽ വലിയ മത്സരമായി. കൊട്ടാരക്കരത്തെ മത്സരം ഇത്തവണ ബാലഗോപാലും ഐഷ പോറ്റിയും കൂടെ വരും. പിന്നെ BJPയുടെ അഖിൽ മാരാറായിരിക്കും. അഖിൽ മാരാർ വരികയാണെങ്കിൽ പിന്നെ ത്രികോണ മത്സരമാണ്, പറയാൻ പറ്റാത്ത. അല്ലെങ്കിലും അവിടെ ത്രികോണ മത്സരം ഉണ്ടാകുന്നുണ്ട്. വോട്ട് വർദ്ധിപ്പിച്ചു. BJP വോട്ട് ഓരോ തവണയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ മണ്ഡലവും വളരെ ശ്രദ്ധേയമാവുകയാണ്. അപ്പോൾ ഇത്തവണ ഈസി വാക്ക് ഓവർ അല്ല LDF എന്നാണ് കൊല്ലത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ജില്ലയിലെ ഒരു BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചാത്തന്നൂരിലാണ്. അത് കുറെ നാളുകളായിട്ട് ചാത്തന്നൂരിൽ വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ BJPക്ക് ചാത്തന്നൂർ പിടിക്കാവുന്നതാണ്, ത്രികോണ മത്സരവും കൂടെ വരുമ്പോൾ. അതുപോലെ കുന്നത്തൂരിലൊന്നും കോവൂർ കുഞ്ഞുമോന് വലിയ ഭൂരിപക്ഷം ഇല്ല. ഇത്തവണ തിരിച്ചാ വന്നിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 63,006 വോട്ട് പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടിയപ്പോൾ 66,005 വോട്ട് UDF കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുന്നത്തൂരൊക്കെ വേണമെങ്കിൽ UDF പിടിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ കുഞ്ഞുമോന് 5 തവണയല്ലേ മത്സരിച്ചു? 5 തവണയാണ് മത്സരിച്ചത്. മണ്ഡലത്തിന് വലിയ നേട്ടമൊന്നുമില്ല. മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു LDF. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് കല്യാണം, മരണം ഇവയിൽ പങ്കെടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ്. ജോലി. കല്യാണ രാമൻ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു പുനലൂരൊക്കെ CPI സീറ്റ്. അല്ല, അതൊക്കെ CPI തന്നെ കൊണ്ടുപോകും. ചടയമംഗലത്തും അതെല്ലാം CPIയുടെ കോട്ടകളാണ്. അതിൽ വലിയ വ്യത്യാസം. പക്ഷെ അപ്പൊ കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് CPM-നായിരിക്കും. തീർച്ചയായിട്ടും. ഇത്തവണ സൂക്ഷിച്ചില്ലെങ്കിൽ CPM-ന് ഒരു 5 മണ്ഡലങ്ങൾ അത്തരത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിധിയായി മാറാം കൊല്ലത്തെ ചില ഈ മണ്ഡലങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.